പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടി. സ്നേഹമുള്ളവരെ, എന്തെങ്കിലൊരു വഴിയുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ രക്ഷിക്കും. കർത്താവിൻ്റെ കൂടെ നിന്നു കൊടുക്കുക എന്നതാണ്. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് ദുഷ്കരമാണല്ലോ. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നത് ദുഷ്കരമാണ്. ഈ ധനം എന്ന് പറയുന്നത് ചിലപ്പോൾ അക്ഷരാർത്ഥത്തിലുള്ള ധനമായിരിക്കണമെന്നില്ല. ഇപ്പോൾ ഇളയ മകന്, ധൂർത്തപുത്രനെ കർത്താവിനെ രക്ഷിക്കാൻ സാധിച്ചു. പത്രോസിനെ കർത്താവിനെ രക്ഷിക്കാൻ സാധിച്ചു. കർത്താവ് പല പണിയും പരിശ്രമിച്ച് നോക്കി യൂദാസിനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടായിരുന്നെങ്കിൽ കർത്താവ് രക്ഷിക്കുമായിരുന്നു. നമ്മളിന്ന് ഈ ബലിയർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ നിന്ന് കൊടുത്താൽ കർത്താവ് നമ്മളെ രക്ഷിക്കും, ഉറപ്പായിട്ടും രക്ഷിക്കും. അസാധ്യമായിട്ടൊന്നുമില്ല കർത്താവിന്. പക്ഷേ നമ്മൾ കർത്താവിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മുടെ ജീവിതത്തിലെ ചില ശീലങ്ങൾ പിടിവിടാതെ അങ്ങനെ മുന്നോട്ട് പോയാൽ കർത്താവിനെ രക്ഷിക്കാൻ സാധ്യമല്ല. എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ രക്ഷിക്കും. ഈ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കലെന്ന് പറയുന്നവനാണ് കർത്താവ്. ചതഞ്ഞതിനെപ്പോലും, ഒരു രക്ഷയില്ലെന്ന് പറയുന്നതിനെപ്പോലും രക്ഷിക്കുന്നവനാണ് കർത്താവ്. അങ്ങനെയെങ്കിൽ കർത്താവിന് മുമ്പിൽ നിന്നു കൊടുത്താൽ, കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ കർത്താവ് നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഈ പരിശുദ്ധ ബലിയർപ്പണ സമയത്ത് നമുക്ക് കിട്ടിയ സുന്ദരമായ ഒരവസരമാണ് ഈ തീർത്ഥാടനം, ഈ പരിശുദ്ധ ബലിയർപ്പണം. കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ കുർബാന സമയത്തൊന്ന് നിന്നുകൊടുത്താൽ ഒരൊറ്റ കുർബാന കൊണ്ട് തന്നെ കർത്താവ് നമ്മളെ രക്ഷിക്കും. നമുക്ക് ഈ ചിന്തകളോടുകൂടെ പരിശുദ്ധ ബലിയർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സ്നേഹിക്കുന്നവർക്ക് അദൃശ്യമായ എല്ലാ നന്മകളും അങ്ങ് ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് സ്നേഹവായ്പ ചൊരിയണമേ. അങ്ങനെ അങ്ങ് എല്ലാറ്റിനും ഉപരിയും സ്നേഹിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളെയും അതിശയിപ്പിക്കുന്ന അങ്ങ് വാഗ്ദാനങ്ങൾ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് കർത്താവിൻ്റെ ദൂതൻ ഓഫ്രായിൽ ചെന്ന് അബിയേസർ വംശജനായ യോവാശിൻ്റെ ഓക്കുമരത്തിൻ കീഴിൽ ഇരുന്നു. യോവാശിൻ്റെ പുത്രൻ ഗിദെയോൻ മിദ്യാക്കാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോട് കൂടെ. ഗിദെയോൻ ചോദിച്ചു, പ്രഭോ, കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ? എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് മിദ്യാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് അവൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, നിന്റെ സർവശക്തിയോടും കൂടെ പോയി ഇസ്രായേലിനെ മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക. ഞാനാണ് നിന്നെ അയക്കുന്നത്. ഗിദെയോൻ പറഞ്ഞു, അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്കെങ്ങനെ കഴിയും? മാനസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ്. എൻ്റെ കുടുംബത്തിൻ്റെ ഏറ്റവും നിസ്സാരമാണ് ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഒറ്റ ഒരാളെ എന്ന പോലെ മിദ്യാൻകാരെ നീ നിഗ്രഹിക്കും. അവൻ പറഞ്ഞു, അവിടുന്ന് എന്നിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്നാണ് എന്നോട് സംസാരിക്കുന്നത് എന്നതിന് ഒരടയാളം തരണം. ഞാൻ തിരിച്ചു വരുന്നത് വരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുതേ. ഞാൻ എൻ്റെ കാഴ്ച തിരുമുമ്പിൽ കൊണ്ടുവരട്ടെ. അവിടുന്ന് പറഞ്ഞു, നീ തിരിച്ച് വരുന്നത് വരെ ഞാൻ കാത്തിരിക്കാം. ഗിദെയോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു. ഒരു ഏഫാ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി. മാംസം ഒരു കുട്ടയിൽ, ചാറ് ഒരു പാത്രത്തിലാക്കി ഓക്കുമരത്തിൻ കീഴിൽ കൊണ്ടുവന്ന് അവന് കാഴ്ചവെച്ചു. ദൈവദൂതൻ പറഞ്ഞു, ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് പാറമേൽ വയ്ക്കുക, ചാറ് അതിൻ്റെ മേൽ ഒഴിക്കുക. അവൻ അങ്ങനെ ചെയ്തു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു. പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചു. ദൂതൻ അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു. അത് കർത്താവിൻ്റെ ദൂതനായിരുന്നുവെന്ന് ഗിദെയോന് അപ്പോൾ മനസ്സിലായി. അവൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. ഗിദെയോൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു. അതിന് യാഹ്വേ ശലോം എന്ന് പേരിട്ടു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തൻ്റെ ജനത്തിന് സമാധാനമരുളും. കർത്താവ് തന്റെ ജനത്തിന് സമാധാനമരുളും. കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു, ഞാൻ അത് കേൾക്കും. അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനമരുളും.
ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്കു തന്നെ. കർത്താവ് തൻ്റെ ജനത്തിന് സമാധാനമരുളും. കർത്താവ് തന്റെ ജനത്തിന് സമാധാനമരുളും. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്തിൽ നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവ് തൻ്റെ ജനത്തിന് സമാധാനമരുളും. കർത്താവ് തന്റെ ജനത്തിന് സമാധാനമരുളും. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടുത്തേക്ക് വഴിയൊരുക്കും. കർത്താവ് തൻ്റെ ജനത്തിന് സമാധാനമരുളും. കർത്താവ് തന്റെ ജനത്തിന് സമാധാനമരുളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടുവാൻ ആർക്ക് സാധിക്കും? യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ഞങ്ങൾക്കെന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിലിരിക്കും. എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. എന്നാൽ മുൻപന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ പലരും മുൻപന്മാരുമാകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണ് ഈ പ്രതീകം. ഒട്ടകം, സൂചിക്കുഴ, ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നത്, എല്ലാവർക്കും അറിയാവുന്നതുമായിട്ടുള്ള സുവിശേഷ ഭാഗമാണ്. ഒട്ടകത്തിന് ഇംഗ്ലീഷിലെ ക്യാമൽ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതിന് 2 വാക്കുകൾ, അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാകാം എന്നൊരു ചിന്തയുണ്ട്. അതായത് ക്യാമല്ലോസ് എന്ന് പറഞ്ഞാൽ ഒട്ടകം എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ ക്യാമല്ലോസ്. എന്നാൽ കമില്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഗ്രീക്ക് ഭാഷയിൽ അതിനർത്ഥം വടം എന്നാണ്, റോപ്പ്. നമ്മളിങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ കെട്ടിവലിക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് വണ്ണമുള്ള റോപ്പ്, അതാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ റോപ്പ് എന്നുള്ള അർത്ഥം ചിന്തിച്ചു കഴിഞ്ഞാലും ഒരു റോപ്പിന് സൂചിക്കുഴയിലൂടെ കടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെറിയ നേരിയ
ഒരു നൂലിന് സൂചിക്കുഴയിലൂടെ നമുക്ക് കടത്താൻ സാധിക്കും. അപ്പോൾ ആ തിക്നെസ് കുറക്കണം എന്നൊരു ചിന്ത വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കടുകട്ടി ഭയങ്കര കഠിനമാണ്, ഹൃദയകാഠിന്യം അല്ലേ? ഈ കടുകട്ടിയായിട്ടുള്ള അവസ്ഥ അതിൽ ചിലപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. അപ്പം അങ്ങനെ ഒരു ധ്യാനം നമുക്ക് എടുക്കുന്നതെല്ലാം നല്ലതാണ്. പക്ഷേ നമ്മുടെ സുവിശേഷത്തിൽ ഒട്ടകം എന്ന് തന്നെയുള്ള ട്രാൻസ്ലേഷനാണ് എടുത്തിരിക്കുന്നത്, ഒട്ടകം. അപ്പോൾ അതും നമുക്ക് ധ്യാന ചിന്തയ്ക്ക് വകയുണ്ട്. കാരണം നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളുടെ പേര് നമുക്ക് രസകരമാണ് ഇല്ലേ? സ്ഥലം ഇങ്ങനെ ഉപ്പുകുഴി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്, ഉപ്പുംകുഴി, അതുപോലെ തന്നെ പരിപ്പ് ജംഗ്ഷൻ, ഇങ്ങനെ വളരെ രസകരമായ സ്ഥലങ്ങൾ നമ്മൾ ഓരോരുത്തരും വരുന്ന നാടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതുപോലെ ഇത് സൂചിക്കുഴ, അത് ഒരു കവാടത്തിൻ്റെ പേരാണെന്ന് മനസ്സിലാക്കുന്നു. സൂചിക്കുഴ ഒരു കവാടമാണ്, അതായത് ആ നഗരത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രദേശത്തു നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ടുള്ള ഒരു, അകത്തേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് കടക്കാനായിട്ടുള്ളൊരു കവാടം. അപ്പോൾ ഒട്ടകം നല്ല ഉയരമുള്ള ഒരു മൃഗമല്ലേ? ഒട്ടകത്തിന് പുറത്തേക്ക് പോകുമ്പോൾ നല്ല സുഖമായിട്ട് പോകാൻ പറ്റി. കാരണം ഇപ്പോൾ വ്യാപാരത്തിനൊക്കെ ആണല്ലോ ഒട്ടകത്തെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒട്ടകം അങ്ങനെ ഈസിയായിട്ട് അങ്ങ് പുറത്തേക്ക് പോയി. പക്ഷേ തിരിച്ചു വന്നപ്പോൾ യജമാനൻ ഒട്ടകത്തിൻ്റെ ചുമലിൽ ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ച് കെട്ടിവെച്ചു. അപ്പം അത് ഈ ചുമടിങ്ങനെ ഉയർന്നു നിൽക്കുകയാണല്ലോ, ഒട്ടകത്തെക്കാളും ഉയർന്ന് ചുമടിങ്ങനെ നിൽക്കുമ്പോൾ ഒട്ടകത്തിന് ആ കവാടത്തിലൂടെ കടക്കാൻ പറ്റുന്നില്ല. അതാണ്, അങ്ങനെ ഒന്ന് ധ്യാനിച്ച് നോക്കിക്കേ. അതായത് നമുക്ക് 3 ചിന്തകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാൻ സാധിക്കും. കുറച്ച് ഭാരവുമായിട്ട് നടക്കുകയാണ് നമ്മൾ. ഭാരം അത് ഈ ധനം എന്ന് തന്നെ ചിന്തിക്കണമെന്നില്ല. ഇപ്പോൾ ഒരു കള്ളുകുടി ഒരു വല്ലാത്തൊരു ഭാരവും ചുമന്നുകൊണ്ട് അടയ്ക്കാം. കള്ളുകൂടിയൊക്കെ മാറ്റിവെച്ച് ഒന്ന് ഈസിയായിട്ട് ജീവിക്കാൻ പാടില്ല. അല്ലെങ്കിൽ വിവാഹേതര ബന്ധം, ഒരു ഭാരമാണ്. അല്ല, ഒളിച്ചും പാത്തുമൊക്കെ പോയി ചെയ്യേണ്ട അവസ്ഥയല്ലേ? നേരം നോക്കി ആരോടും പറയാൻ പറ്റില്ലല്ലോ. എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ ചോദിക്കുക എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് നിന്ന് പരുങ്ങേണ്ട കാര്യമില്ലല്ലോ. അതൊരു ഭാരമാണ്. ആ ഒരു പരുങ്ങലില്ലാതെ ജീവിക്കാൻ പറ്റുക എന്നതാണ് ഭാരമില്ലാതെ ജീവിക്കുക എന്നത്. അല്ല, ഒളിച്ചു കളിച്ചു ജീവിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത്. അതിന് ഭാരം ഇറക്കി വയ്ക്കുക. ഈ ഭാരവുമായിട്ട് കയറി വരാൻ പാടാം. ഭാരവുമായിട്ട് നടന്നാൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഉപേക്ഷിക്കാൻ പറ്റാത്തതുപോലെ, ഇങ്ങനെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളോടങ്ങ് ചേർന്ന് പോയതുപോലെ, ഇങ്ങനെ വസ്ത്രം ഇങ്ങനെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചതുപോലെ മാറ്റാൻ പറ്റാത്ത ശീലങ്ങൾ അതുമായിട്ട് ഇങ്ങനെ നടക്കുക, അതൊരു ഭാരമാണ്. ഈ ഭാരമൊന്ന് ഇറക്കി വയ്ക്കുക. ചില അറ്റാച്ച്മെൻറ്റുകൾ, ആവശ്യമില്ലാത്ത അറ്റാച്ച്മെൻറ്റുകൾ, ഈശോ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലൂക്കായുടെ സുവിശേഷം 9:23 എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഇങ്ങനെ വിവാഹേതര ബന്ധം പുലർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടുകളും അതാണ് ഈശോ പറയുന്ന കുരിശ്. അത് വഹിച്ച് പോകേണ്ടതിന് പകരം അതവിടെ വെച്ചിട്ട് ഈസിയായിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പോകാൻ, അതാണ് അറ്റാച്ച്മെൻറ്റ്സ്. പല കാര്യങ്ങളോടുമുള്ള അറ്റാച്ച്മെൻറ്റ്. നന്നായിട്ട് പഠിക്കേണ്ട ഒരു കുട്ടിയും പ്രണയബന്ധത്തിലോ അല്ലെങ്കിൽ ഫോൺ അഡിക്ഷനോ വന്നു കഴിഞ്ഞാൽ അവന് ഉറക്കം പോലും കിട്ടില്ല. ഒരു 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നല്ല ഉറക്കം കിട്ടിയ ഒരു കുഞ്ഞിന് മാത്രമേ നല്ല പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടി പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഉറക്കം, പഠനം ദൈവാനുഗ്രഹം. ഉറക്കവും പഠനവും കൃത്യമാക്കാതെ ദൈവാനുഗ്രഹം വർക്കൗട്ട് ആവില്ല. ഏതെങ്കിലും വിധത്തിൽ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ദൈവം രക്ഷിക്കും. പക്ഷെ നമ്മുടെ ഈ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ വിട്ടുകളയാൻ നമുക്ക് പറ്റുകയില്ല. രാത്രി മുഴുവൻ ചാറ്റിംഗ്. പിന്നെ നമുക്ക് പഠന സമയത്ത് പോലും പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാത്ത വിധത്തിൽ പല വിചാരങ്ങൾ. എങ്ങനെ പഠിക്കാൻ സാധിക്കും? അപ്പോൾ അതാണ്, ചില ഭാരങ്ങൾ നമ്മൾ ഇറക്കി വയ്ക്കണം. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് കടന്നു പോകാൻ സാധിക്കും. ഇനിയും ഒട്ടകത്തിന് ഒന്ന് മുട്ടുമടക്കി കൊടുത്താൽ ചിലപ്പോൾ ആ കവാടത്തിലൂടെ കയറാൻ പറ്റും. മുട്ടുമടക്കുക. നമ്മൾ യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചേ, ഈ ഭാരം ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിവിടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ,
മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കുരിശും ചുമന്നുകൊണ്ടുപോയി പലതവണ മുട്ടുകുത്തി വീണിട്ടും ആ യാത്ര പൂർത്തീകരിച്ച് വിജയകരമായി പൂർത്തീകരിച്ച് നമുക്ക് വേണ്ടി മരിച്ച കർത്താവിൻ്റെ ചുമലിലേക്ക് നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. അത് നന്നായിട്ട് അങ്ങ് പങ്കുചേർന്ന് കഴിഞ്ഞാൽ ആ പരിശുദ്ധ കുർബാന പോലും അനുഗ്രഹമല്ലേ. ഇനി മുട്ടുകുത്തുന്നത് നമ്മളെപ്പോഴാണ്? നമ്മൾ പള്ളി വരുമ്പോൾ മുട്ടുകുത്തും, കുടുംബപ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തും. എന്നാൽ കൗതാശികമായ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മുട്ടുകുത്തും. അത് കുമ്പസാരത്തിന് വേണ്ടിയിട്ടാണ്. കുമ്പസാരത്തിന് വേണ്ടിയിട്ടാണ്. അത് വെറുതെ ആരുടെയും മുമ്പിൽ മുട്ടുകുത്തുന്നതല്ല. ഈശോയുടെ കുരിശ് മരണത്തിൻ്റെ മുൻപിലാണ് നമ്മൾ മുട്ടുകുത്തുന്നത്. ഈശോ കുരിശിൽ മരിച്ചത് കൊണ്ടാണ് നമുക്ക് പാപമോചനവും ദൈവപ്രസാദം കിട്ടുന്നത്. അപ്പം ഒന്ന് മുട്ടുമടക്കി നോക്കിക്കാം, നമുക്ക് ജീവിതത്തിൽ എളുപ്പമാണ്. ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സറിഞ്ഞ് കുമ്പസാരിച്ച് നോക്കിക്കാം, പോകാൻ എളുപ്പമാണ്. ഒരു ഭാരം അങ്ങ് നീക്കിക്കളയുന്ന കാര്യമല്ലേ കുമ്പസാരം. ഒരു ഏരിയ ഡിലീറ്റാക്കി തരും ദൈവം. അല്ലെങ്കിൽ ആ ഏരിയയും വെച്ചുകൊണ്ട് ഒരു തെറ്റിൻ്റെ മേഖല മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് ഭാരമല്ലേ. അപ്പം ഭാരം ഇറക്കി വയ്ക്കാൻ വേണ്ടി ഒന്ന് മുട്ടുകുത്തി ഒന്ന് കുമ്പസാരിക്കുന്നത് നല്ലതാണ്. ഇനി ഒന്ന് ഒട്ടകത്തിൻ്റെ കഴുത്ത് അല്ലേ, വലിയ ഉയരമുള്ള അല്ല, അങ്ങനെ നീളമുള്ള കഴുത്ത്. അപ്പോൾ ഒന്ന് ശിരസ്സൊന്ന് നമിച്ചു കൊടുത്തിരുന്നെങ്കിൽ, ഒന്ന് തലയൊന്ന് കുമ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ ആ കവാടത്തിലൂടെ കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു അച്ഛൻ്റെ ഒരു ആശീർവാദം വാങ്ങിക്കാൻ വന്നാൽ പോലും ചില ആളുകളും അവരിങ്ങനെ കൈയൊക്കെ കെട്ടിയേ നിൽക്കുള്ളൂ. ഒരു പ്രാർത്ഥനയുടെ ഒരു അരൂപി പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ പോലും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മറ്റു കുർബാനകളിലൊക്കെ, തമിഴ് കുർബാനകളിലൊക്കെ പോയി കുർബാനയ്ക്ക് കൊടുക്കാൻ ചെല്ലുമ്പോൾ ഞാൻ പറയും, ഒന്ന് കൈയൊന്ന് കൂപ്പി പിടിക്കുക, ജോയിൻ യുവർ ഹാൻഡ്സ് എന്ന് പറയാറുണ്ട്. അത് ഇങ്ങനെ കൈയൊക്കെ കൂപ്പി ഒന്ന് ശിരസ് നമിച്ച് അങ്ങനെ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ നന്നായിട്ടൊന്ന് കുർബാന സ്വീകരിച്ച് ഒരുങ്ങി കുർബാന സ്വീകരിച്ചാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കും. ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ പറയുന്നത്, മത്തായി 19:26 മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഇത് മർക്കോസിൻ്റെ സുവിശേഷം ഇത് തന്നെ പറയുന്നുണ്ട്. 10:27 മനുഷ്യർക്ക് ഇത് അസാധ്യമാണെന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല, ദൈവത്തിനെല്ലാം സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. ഇതേ സംഭവം തന്നെ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 32:27 ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇന്ന് ഒന്നാം വായനയിൽ നമ്മൾ കേട്ടില്ല, ഗിതയോൻ ഇത് വല്ലതും നടക്കോ എന്ന് ചിന്തിക്കുമ്പോഴും അവൻ ചുട്ടെടുത്ത അപ്പം തീ കൊണ്ട് അത് ദഹിപ്പിച്ചിട്ട് ദൈവമാണെന്നത് കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അവൻ വിശ്വസിക്കുന്നത് സമാധാനം നൽകുന്ന ദൈവം യാഹ്വേ ഷലോം, അങ്ങനെ അവൻ പേരിട്ടു. അപ്പം ദൈവം നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്, നമ്മളോട് കൂടെ നിൽക്കുന്ന ദൈവമാണ്. മറിയത്തോട് പറഞ്ഞില്ലേ ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനെല്ലാം സാധ്യമാണ്. അബ്രഹാത്തോട് പറഞ്ഞില്ലേ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം വാക്യം, കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? 90 തികഞ്ഞ സാറ ഗർഭവതിയായി, 100 തികഞ്ഞ അബ്രഹാം അവരപ്പനാകാൻ പോകുന്നു. ഇത് കർത്താവിന് സാധ്യമാണ്, കർത്താവിനിത് സാധ്യമാണ്. ഇത് ധൂർത്തപുത്രനെ പോലും പന്നിക്കൂട്ടിൽ നിന്ന് കൊണ്ടുവരാൻ കർത്താവിന് കഴിയും, കർത്താവിന് കഴിയും. അതാണ് ദൈവികമായ ക്രമീകരണം. ദൈവികമായ ക്രമീകരണത്തിന് മുമ്പിൽ നിന്നുകൊടുക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഈ ഭാരമിറക്കി വയ്ക്കുക, ഒന്ന് മുട്ടുകുത്തുക, ഒന്ന് കുമ്പിടുക, ശിരസ് നമിക്കുക. ഇത് ദൈവികമായ ക്രമീകരണത്തിന് മുമ്പിൽ നമ്മൾ നിന്നുകൊടുത്താൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹമാണ്. ധൂർത്തപുത്രൻ അങ്ങനെ വെറുതെ കിട്ടിയൊന്നുമല്ല, അവനൊരു തീരുമാനമെടുത്തു. അവൻ തീരുമാനമെടുത്തപ്പോഴാണ് അവൻ്റെ മേൽ ദൈവകൃപ അത് ഫലവത്തായത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം, ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്ററ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ ആ ദൈവിക ജ്ഞാനം എല്ലാം നന്നായി ക്രമപ്പെടുത്തുന്നു. ദൈവത്തിനെല്ലാം നന്നായി ക്രമപ്പെടുത്താൻ സാധിക്കും, പക്ഷേ നമ്മൾ ഒന്ന് നിന്നു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആമുഖത്തിൽ നമ്മൾ ചിന്തിച്ചില്ല, യൂദാസിനെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നു, ദൈവത്തിന് രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ യൂദാസ് എന്താ ചെയ്തതെന്നറിയാമോ? യൂദാസ് ഈശോയുടെ കൂടെ ഇരിക്കും, ഈശോയുടെ കൂടെ ഇരുന്നിട്ട് ഈശോയെ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ഈശോയെ ഒറ്റുകൊടുക്കാനായിട്ടുള്ള നടപടികൾ ചെയ്തിട്ട് പിന്നെ വന്ന് ഈശോയുടെ കൂടെ ഒന്നും അറിയാത്തൊരു പിള്ളയെപ്പോലെ അവിടെ ഇരിക്കുന്നു. ഇത്തരം നടപടികളും കർത്താവിനൊന്നും ചെയ്യാൻ പറ്റില്ല.
അങ്ങനെ ഒരു പറ്റിക്കൽ നയം ദൈവത്തിന് മുമ്പിൽ പോകില്ല. ദൈവത്തിന് മുമ്പിൽ ആത്മാർത്ഥമായിട്ട് നിന്ന് കൊടുത്താൽ ദൈവം നമ്മളെ രക്ഷിക്കും. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുകൊണ്ടാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വായിച്ചു കേട്ട സുവിശേഷ ലേഖന ഭാഗം അത് ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം. ന്യായാധിപൻ മരിക്കുമ്പോൾ അവർ വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിക്കും. മറ്റു ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോകും. അവരുടെ ആചാരങ്ങളും മർക്കടമുഷ്ടിയും അവർ ഉപേക്ഷിച്ചില്ല. അവരുടെ ആചാരങ്ങളും മർക്കടമുഷ്ടിയും അവർ ഉപേക്ഷിച്ചില്ല. അതാണ് പ്രശ്നം. നമുക്ക് വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. എന്നിട്ട് കർത്താവിന് അനുഗ്രഹം വേണം. അതുകൊണ്ട് നമ്മളെ ദൈവത്തിന് രക്ഷിക്കാൻ സാധിക്കും. ദൈവത്തിന് ഒരു വഴി നമ്മൾ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഭാഗത്തുനിന്നൊരു കീഴ്വഴക്കം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ചതഞ്ഞ ഞാങ്ങണയെ അത് വഴിയിൽ വലിച്ചെറിയുന്നതിന് പകരം അതിനെപ്പോലും രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ദൈവം. നിവർത്തിയുണ്ടെങ്കിൽ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഒരു മകൻ അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. വീടിൻ്റെ വാതിൽ പൊളിച്ചാണ് അവനെ പുറത്തെടുത്തത്. അവനെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് അവർക്ക് ഭയങ്കര സംശയമായിരുന്നു. ഒരാഴ്ച ആശുപത്രി കിടന്ന് അവൻ രക്ഷപ്പെട്ട് ഇവിടെ വന്നു. ദൈവത്തിനൊരു വഴിയുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ സാധിക്കും. ദൈവത്തിന് ഒരു വഴി നിങ്ങൾ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു കുഞ്ഞിനെ പോലും തരാൻ സാധിക്കും. കർത്താവിൻ്റെ കൂടെ നിൽക്കണം. കർത്താവിൻ്റെ കൂടെ, അതായത് നമുക്ക് ചില കാര്യങ്ങൾ വിട്ടുകളയാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കർത്താവ് എങ്ങനെ രക്ഷിക്കാനാണ്? നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയാനുള്ളതെല്ലാം വിട്ടുകളഞ്ഞ് കർത്താവിൻ്റെ കൂടെ ആത്മാർത്ഥതയോടെ നിന്ന് കഴിഞ്ഞാൽ ചില മക്കളും ഇങ്ങനെ പഠിക്കാനിരിക്കുന്നതായിട്ട് കാണിക്കും. അപ്പം അപ്പനും അമ്മ അടുക്കള ജോലിയാണെങ്കിൽ നോക്കുമ്പോൾ മകൻ കൊച്ചിരുന്ന് പഠിക്കുകയാണ്. അതൊരു തരം പറ്റിക്കലാണ്. ചിലപ്പോൾ അവൻ്റെ പുസ്തകത്തിൻ്റെ മറവിലും ഫോണോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ പല വിചാരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ കബളിപ്പിക്കുകയാണ്. അത്തരം കബളിപ്പിക്കുകൾ ദൈവത്തിൻ്റെ മുമ്പിലും സാധ്യമല്ല. നമുക്കതുകൊണ്ട് ദൈവമേ, എന്നെ ഒന്ന് രക്ഷിക്കണമേ, ഞാൻ നിൻ്റെ മുമ്പിൽ നിന്ന് തന്നോളാം, എന്നെ രക്ഷിക്കണമേ. കർത്താവെ, അബ്രാഹത്തിൻ്റെ ജീവിതത്തിലും വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ദൈവമേ, പത്രോസിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ദൈവമേ, അവസാന നിമിഷം മനനൊന്ത് കരഞ്ഞപ്പോൾ പത്രോസിനെ പോലും രക്ഷിച്ച ദൈവമേ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമേ. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എന്നേശു. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എന്നേശു. കർത്താവെ, അങ്ങേക്ക് വേണ്ടി തീരുമാനിക്കാൻ പരിശുദ്ധ മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് അത് വെറുതെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മാമോദീസയിലൂടെ, കുംഭസാരത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ കർത്താവിന് മുമ്പിൽ പറഞ്ഞത് അത് വെറും വാക്കായി മാറ്റല്ലേ. അത് കർത്താവിന് മുമ്പിൽ ആത്മാർത്ഥതയോടെ പറഞ്ഞതാണെങ്കിൽ, അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ കർത്താവിന് നമ്മെ രക്ഷിക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മ കുരിശിൻ ചുവട് വരെ പരിപൂർണ സമർപ്പണം നടത്തി അങ്ങയോടുകൂടെ നിന്നതുപോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ, അങ്ങയുടെ കൂടെ അവസാനം വരെ നിൽക്കാൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം നൽകുന്നു സർവമും താരിൽ കാണിക്കയാൽ സ്വീകരിക്കണമേ നൈവേദ്യമായി അനുഗ്രഹിക്കും ദേവാ സമ്മതമായി. സ്നേഹ
സ്നേഹപൂർവം നൽകുന്നു നാഥ. സർവമും ആൾത്താരിൽ കാണിക്കയാൽ സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കും ദേവ സമ്മോദമായി. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവേ, മഹത്വപൂർണമായ വിനിമയം നിറവേറ്റുന്ന ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങ് തന്നവ അർപ്പിച്ചുകൊണ്ട് അങ്ങയെ തന്നെ സ്വീകരിക്കാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോടലിവ് തോന്നിയ അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു അതയും വൃന്ദവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ
ശരീരവും രക്തവുമാ തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്നും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ സഹായ രാജ്യമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും
അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുനാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുനാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുനാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കൂദാശ വഴി ക്രിസ്തുവിൽ പങ്കുകാരായി തീർന്ന് ഞങ്ങളങ്ങ് കാരുണ്യത്തിനായി താഴ്മയോടെ ക്ഷണപേക്ഷിക്കുന്നു. ഭൂമിയിൽ അവിടുത്തെ സാദൃശ്യത്തോട് അനുരൂപരായി തീരാനും സ്വർഗത്തിൽ അവിടുത്തെ കൂട്ടവകാശികളായി തീരുവാനും ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. യേശുവിനമ്മേ മാതാവേ, ആരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെയല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങൾ